മനസാക്ഷിയുള്ളൊരു രാഷ്ട്രീയ പ്രവർത്തകന്, കമ്മ്യൂണിസ്റ്റുകാരന് ഇന്നത്തെ സാഹചര്യങ്ങളിൽ ആത്മസംഘർഷങ്ങൾ ഉണ്ടാകണം. അവന് അമർഷങ്ങൾ തോന്നണം, ചിലപ്പോൾ രോഷമുണ്ടാകണം, ചിലപ്പോൾ നിരാശ വരണം, ചിലപ്പോൾ ദുഃഖമുണ്ടാകണം. പക്ഷെ അതെല്ലാം പരാജയപ്പെടാൻ വേണ്ടിയല്ല, അല്ലെങ്കിൽ പിന്നോട്ട് പോകാൻ വേണ്ടിയല്ല. ഇതിൽ നിന്നൊക്കെയാണ് അവൻ്റെ പുതിയ പ്രതിജ്ഞ ഉണ്ടാകേണ്ടത്. അവൻ വീണ്ടും മുമ്പോട്ട് പോകാനുള്ള ഊർജ്ജം സമാഹരിക്കേണ്ടത് ഇവിടെ നിന്നെല്ലാമാണ്. ആ ഊർജ്ജ സമാഹരണത്തിൽ ഇത്തരം കാര്യങ്ങളെല്ലാം അവനെ സഹായിക്കുമെന്നാണ് എൻ്റെ അനുഭവം. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റാണെന്ന് പറയുമ്പം അഭിമാനം കൊള്ളുന്ന ആളാണ് ഞാൻ. ആ അഭിമാനബോധത്തിൻ്റെ പുറകിൽ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയുടെ മഹത്വങ്ങളുണ്ട്. അതിൻ്റെ സയൻറ്റിഫിക്കായിട്ടുള്ള, അതെനിക്കിപ്പോൾ കുറച്ചറിയാം, എല്ലാം അറിയില്ല, ബട്ട് ഐ നോ എ ബിറ്റ് ഓഫ് ഇറ്റ്. കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയുടെ ശാസ്ത്രീയ വശങ്ങൾ, അതിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള പ്രത്യേകതകൾ, അതെല്ലാം ഒരു ഭാഗത്തുണ്ട്. അതിൻ്റെ സ്ട്രോങ് അടിത്തറയാണത്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ മനുഷ്യൻ്റെ നന്മകളുടെ മൂല്യങ്ങളുമായി കമ്മ്യൂണിസ്റ്റ് ആശയത്തിൻ്റെയും പ്രസ്ഥാനത്തിൻ്റെയും ഈ ഹൃദയബന്ധവും ഒരു പ്രത്യേക തരത്തിലുള്ള സ്വാധീനമുണ്ടാക്കുന്നുണ്ട് ഇത്തരം തീരുമാനങ്ങളിൽ.